ഹേയ് ഗായ്സ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആക്ച്വലി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എന്നല്ലേ. യെസ്, ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് എന്താ വെച്ചാൽ പുറത്തൊന്ന് പോകണമെന്ന് വിചാരിക്കണുണ്ട്. അതന്നെ. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രൊഡക്റ്റ് ഇല്ലേ, അത് ആക്ച്വലി പുറത്ത് പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഏതായാലും ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ടോപ്പില്ലേ, ഇത് ആക്ച്വലി ഓൺലൈനായിട്ട് വാങ്ങിയല്ല കേട്ടോ, ഇത് ഞാൻ ഓഫ്ലൈനായിട്ട്, അതായത് റെഡിമെയ്ഡ് ഐറ്റം വാങ്ങിയതാണ്. ഈ ഒരു കോട്ട് കണ്ടോ, ജാക്കറ്റ് ഫുള്ളായിട്ട് വരുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ആക്ച്വലി ഈ ടോപ്പ് കോട്ടൺ ആണ് വരുന്നത്. ഇതും കോട്ടൺ ആണ്. ഇതിൻ്റെ മേലെ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്, എനിക്കിഷ്ടമായി. ലോങ് ആയിട്ടുള്ളതാണ്. ടോപ്പ് വരുന്നത് ഷോർട്ട് ടോപ്പാണ്. ജാക്കറ്റ് വരുന്നത് ഫുള്ളാണ് കേട്ടോ, ഫുള്ളാണ്. ഇത് അടിപൊളി. ഇതിങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ആക്ച്വലി ഈ ഒരു ടോപ്പ് വരുന്നത് സ്ലീവ്ലെസ് ആണ്. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് യൂസ് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഞാൻ എന്തായാലും സ്ലീവ്ലെസ് ഇടുന്നില്ല. വെറുതെ എന്തിനാ, ഇനിയിപ്പോൾ മറ്റൊരു സ്ലീവ്ലെസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല കാര്യങ്ങളും പറയാം. അപ്പോൾ അതൊന്നും വേണ്ട എന്നാലോചിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒരു എന്താ പറയുക, ഒരു ലോങ് ആയിട്ടുള്ള ജാക്കറ്റ് തന്നെ എടുത്തിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പുറത്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ അറിയാലോ വേനലായി, ഇനിയിപ്പോൾ ചൂടാണ്, നല്ല ചൂടും കാര്യങ്ങളൊക്കെ വരികയാണ്. സൺ ടാൻ അടിച്ചിട്ട് ഒരു വഴിയാകാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്യാൻ ഇപ്പോൾ കുറേ ആയി, 2-3 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് പ്ലമ്മിൻ്റെ ബോഡി ലോവിങ് ലില്ലി മിസ്റ്റ് സൺഷൈൻ ബോഡി ലോഷൻ ആണ് ഗൈസ്. കണ്ടോ, ഇത് SPF 35 PA triple+ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇല്ലേ, മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രേഗ്രൻസ് ആണ് വരുന്നത്. നല്ല അടിപൊളിയാണ്. നമുക്ക് തോന്നും, കഴിക്കാൻ തോന്നും. ഇത് ബോഡിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സ്മെല്ല് വന്നിട്ട് എത്ര സമയം വരെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് ഇന്നിപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു കയ്യിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മറ്റേ കയ്യിൽ യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇത് ക്ലിനിക്കലി പ്രൂവൻ ആണ്. സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ടാൻ റിഡക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന എക്സ്ട്രാ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നിയാസിനമൈഡും അതേപോലെ തന്നെ അലോവേര യൂസ് ചെയ്യുന്നുണ്ട്. 200 ml ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 425 രൂപയാണ് ഗൈസ്. ഓക്കെ, ഞാനിത് വാങ്ങിയിട്ടുള്ളത് പർപ്പിളിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ സ്മെല്ലാണ് എടുത്ത് പറയേണ്ടത്. നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇത് ഹൗ ടു യൂസ്, എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ മുൻപ് 15 മിനിറ്റ് മുന്നേ നമ്മളിത് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ സ്മെല്ലും ഫ്രൂട്ട്സ്, മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അറിയാലോ, ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണല്ലോ. അതേപോലെ നമുക്കിത് കടിച്ച് തിന്നാൻ തോന്നും, അമ്മാതിരി എന്താ പറയുക സ്മെല്ലാണ് ഗൈസ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങിൽ ഇതേപോലൊരു സാധനം വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകുന്ന സമയത്തെ ഇതിനി പ്രസ്സായിട്ട് ഈ പ്രോഡക്റ്റ് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സാധനം വെക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രസ് ആവില്ല, പ്രോഡക്റ്റ് ലീക്കേജും വരില്ല. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ,
നല്ല ക്രീമി ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഓ ഗോഡ്, ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയുമില്ലാത്ത സ്മെല്ലാണ് കേട്ടോ. നമ്മളിത് സ്കിന്നിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടോ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ സ്കിന്നിലിടുന്ന സമയത്ത്. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തിട്ട് 2-3 ആഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ഫേസിലേക്ക് എടുത്ത് യൂസ് ചെയ്യല്ല കേട്ടോ. അത് ഫേസിൽ യൂസ് ചെയ്യരുത്. ഇവിടെ നിന്ന് ഇങ്ങടേക്ക് താഴേക്ക് എല്ലാ ഭാഗത്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫേസിലിടരുത്. ഇത് നന്നായിട്ട് തന്നെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ കയ്യിലെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ജാക്കറ്റ് ഊരിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതലേ ഇടാവുന്നതാണ്. ഇപ്പം ഞാൻ ജാക്കറ്റ് ഇട്ടതിനോണ്ട് തന്നെ ആ ഏരിയയിൽ ഞാൻ ഇടുന്നില്ല. ജസ്റ്റ് ഇവിടെ മാത്രമേ നമുക്ക് ഇടാം. ഓക്കെ, സ്കിന്നിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഇതിനൊരു ഷൈനിങ് ഇല്ലേ? പക്ഷേ ഇത് എന്താ പറയുക, മേലെ ഒട്ടിപ്പിടിക്കുകയോ ഡ്രസ്സിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട, എൻ്റെ കൈയും ഈ കയ്യിൽ ഇട്ടിട്ടില്ല, ഈ കയ്യിലാണ് ഇട്ടിട്ടുള്ളത്. കണ്ട, കൈ രണ്ട് തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പുറത്ത് പോയിട്ട് നോക്കാം. ഈ കയ്യിൽ ഞാൻ ഇട്ടിട്ടില്ല, ഈ കയ്യിലാണ് ഇട്ടിട്ടുള്ളത്. പുറത്ത് പോയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വന്നിട്ട് കാണാം കേട്ടോ. ഞാൻ പോയിട്ട് വേഗം തന്നെ വരാം. ഗൈസ്, ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അയ്യ, അപ്പം ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു. എന്തിനപ്പം അങ്ങനെ കുഞ്ഞൊന്ന് സംസാരിക്കുന്നല്ലേ? അമ്മേ, ഒടുക്കാത്ത വെയിലിരുന്നു ഗൈസ്. ഞാൻ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആ വീഡിയോ. വീട്ടിൽ നല്ല മുറ്റത്ത് നല്ല വെയിലിട്ടിരുന്നു, അന്നേരം എടുത്തതാണ്. പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ ഉച്ചക്ക പുകയായിട്ട് ഞാൻ ഓടേണ്ടി വന്നു. എനിക്ക് ബസ് കിട്ടിയില്ല. അവസാനം ഞാൻ അവിടെ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മണമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആ തേക്കുന്ന നമ്മളത് ഇട്ട സമയത്തുള്ള ആ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ലില്ല. എന്നാലും ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉള്ള സ്മെല്ല് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കായിരിക്കും. അതിപ്പോൾ നല്ല സ്മെല്ലാണെങ്കിലും ചീത്ത സ്മെല്ലാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ആഞ്ഞൊന്ന് നന്നായിട്ട് വലിക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് മൈൽഡായിട്ട് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? കൈയിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇടത്തെ കയ്യിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, വലത്തെ കയ്യിൽ ഞാൻ ഇട്ടിട്ടില്ല. കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആ ഒരു ലോഷൻ, നമ്മുടെ SPF അടങ്ങിയിട്ടുള്ള SPF 35 അടങ്ങിയിട്ടുള്ള PA++ അടങ്ങിയിട്ടുള്ള നമ്മുടെ ലോഷൻ യൂസ് ചെയ്തിട്ടുള്ള കൈ ഇതാണ്. ഇപ്പോഴും കണ്ടോ കയ്യിലൊരു ഗ്ലോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ? കണ്ടോ, കയ്യിൽ അത്യാവശ്യം ഗ്ലോയും കാര്യങ്ങളും ഉണ്ട്. ഇത് ഞാൻ അപ്ലൈ ചെയ്യാത്ത കൈയാണ് കേട്ടോ. കണ്ടോ, രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് അപ്ലൈ ചെയ്തത്, ഇതാണ് അപ്ലൈ ചെയ്യാത്തത്. ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, ഇത് കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടോ, ഈ കൈ നല്ല ടാൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ അല്ലാത്തൊരു ഐറ്റം ആണ് കേട്ടോ. അതും കൂടി ഞാൻ പറയാം. നല്ല മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലാണ് വരുന്നത്. ഇനി അങ്ങനെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി വരുന്നുണ്ട്. കാരമലിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കടിച്ച് പറിച്ച് കഴിക്കാൻ തോന്നുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ല് വരുന്നത്. ഞാൻ ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ
അഡിക്റ്റഡ് ആയിപ്പോയി ഗൈസ്. ആ സ്മെല്ല് കാരണമാണ് കേട്ടോ. സ്മെല്ല് കാരണം നല്ല അഡിക്റ്റഡ് ആയിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഇത് നന്നായിട്ട് അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കിന്നിൽ. ഓക്കെ, അപ്പം ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് അന്നേരം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നടക്കാം. അന്നേരമുള്ള കാര്യം ഞാൻ വേറെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊടുക്കാം കേട്ടോ, ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ.